അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അറഫാ ദിനം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറഫാ ദിനത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ ഗുണങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അറഫ എന്ന് പറഞ്ഞാൽ മക്കയിലെ ഒരു പുണ്യഭൂമിയാണ്. അവിടെ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അറഫാ ദിനം. ഈ ദിവസത്തെയാണ് നാം അറഫാ ദിനം എന്ന് പറയുന്നത്. ആ അറഫാ ദിനത്തിൽ നാം ചെല്ലേണ്ട, നമുക്ക് നിയത്ത് വെച്ചുകൊണ്ട് ചെല്ലാൻ പറ്റിയ സുബിക്ക് ശേഷം നാം ചെല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പലർക്കും പലതരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ട്, ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട്, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലവിധ പ്രയാസങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള എന്ത് ഹലാലായ കാര്യത്തിനും വേണ്ടിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 313 എണ്ണം നിയ്യത്താക്കി ചൊല്ലിയാൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും, വേഗം ഉത്തരം ലഭിക്കും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ 313 പ്രാവശ്യം സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്. അറഫാ ദിനം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫാ ദിവസത്തെ ദുആ വളരെ ശ്രേഷ്ഠമായ ദുആ ആണ്, അഥവാ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ദുആ ആണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അറഫാ ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. എല്ലാവരും വിശ്വാസത്തോടെ ഇത് ചൊല്ലുക. നമ്മുടെ മനസ്സിൽ നല്ല ആത്മാർത്ഥതയോടെ, നല്ല വിശ്വാസത്തോടെ ചൊല്ലുക. ഉത്തരം കിട്ടും. ഞാൻ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചൊല്ലുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.